ഞാൻ എടുക്കുന്നത് വരും നമുക്ക് കുറച്ചേരം ഹിന്ദി പഠിക്കാം. അപ്പൊ ഓണം എക്സാമിന് ഷുവർ ആയിട്ടും ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. നമ്മുടെ ഗർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുമാണ് നമുക്ക് ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതായത് 2024 ഓണം എക്സാമിന് നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ആനുവൽ എക്സാമിനും ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഇയാളെന്ന് മനസ്സിലായല്ലോ. എന്താണ് അതായത് ഗർ എന്ന് പറയുന്നത് നമ്മുടെ ചാപ്റ്ററിൽ ഇയാളെ അറിയാലോ, മിസ്റ്റർ ഫർഹാദിനെ അറിയാലോ. മറന്നു പോയില്ല നിങ്ങളെ ചിപ്പുവിനെയും ഫർഹാദിനെയും കുറിച്ച് എല്ലാവർക്കും അറിയുന്നതാണ്. ഫർഹാദിലെ നോക്കിയ ഈ ഒരു എട്ടുകാലിയുടെ വലയൊക്കെ ഫോട്ടോ എടുത്ത് വെക്കുന്ന ഒരു പ്രത്യേക തരം പ്രകൃതി സ്നേഹിയായിരുന്നു നമ്മുടെ ഫർഹാദ് എന്ന് പറയുന്നത് അല്ലെ. ആ കഥ മൊത്തം, ആ കഥയിൽ മുഴുവനായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരേ ഒരാൾ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ഫർഹാദിന്റെ ക്യാരക്ടറാണ്. ഫർഹാദിന്റെ ക്യാരക്ടർ സ്കെച്ചാണ് നമുക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത് പഠിക്കാതെ എന്റെ മക്കൾ പോകാൻ പാടില്ല. ഓക്കെ, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് ആദ്യം നോക്കാം. फरहाद के चरित्र पर टिप्पणी लिखिए, चरित्र पर टिप्पणी लिखिए, चरित्र चित्रण लिखिए, ചരിത്രഗത വിശേഷതായെ ലിഖിയെ. ചരിത്ര എന്ന് പറഞ്ഞ വാക്ക് എന്തായാലും ഉണ്ടാകും, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ചരിത്രം എന്ന് കണ്ട അപ്പൊ തന്നെ ക്യാരക്ടർ സ്കെച്ച് ആണെന്നുള്ള കാര്യം മക്കൾ എന്ത് ചെയ്യുക, മൈൻഡിൽ ഇട്ടോളാം. അതായിരിക്കും വരുന്നത് കേട്ടോ. ഓക്കെ, ഫർഹാദിനെ കുറിച്ച് നമുക്ക് പഠിക്കണം. എന്താണ് ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ആദ്യം മിസ് പറയാൻ പോകുന്നത്. ക്യാരക്ടർ ഏതാണോ അവരുടെ പേര് ചക്ക വലുപ്പത്തിൽ എഴുതിയിട്ടുണ്ടാവണം. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഏതാണോ ക്യാരക്ടർ അവരുടെ പേര് എഴുതാം. ഇവിടെ ഏതാ ക്യാരക്ടർ? ഫർഹാദ് എന്നുള്ളത് എഴുതിക്കോളാം. പിന്നെ ഏത് കഥയിലെ കഥാപാത്രമാണ് ഇത്, കഥയുടെ പേര് ഗർ എന്നുള്ളത് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവണം. ഏത് ആളാണ് ഈ കഥാപാത്രത്തിന് ഉണ്ടാക്കിയത്, ക്യാരക്ടറിന് ആരാണോ ഉണ്ടാക്കിയത് അവരുടെ പേര് എഴുതണം. ഇപ്പൊ പ്രഭാതിന്റെ ഒരു എന്തായിരുന്നു കഥയായിരുന്നു ഇത്, അതുകൊണ്ട് എന്താ ചെയ്യണം മക്കള്, പ്രഭാതാണ് ഇത് എഴുതിയിട്ടുള്ളത് എന്നുള്ള കാര്യം എഴുതണം. പിന്നെ അയാളുടെ ക്യാരക്ടറിൽ നിങ്ങൾക്ക് എന്തൊക്കെ വിശേഷതകൾ തോന്നിയിട്ടുണ്ടോ അത് എഴുതണം. പിന്നെ ഒരുപാട് ക്യാരക്ടേഴ്സിന്റെ അഭിപ്രായത്തിൽ നമ്മുടെ ഫർഹാദ് എങ്ങനെയാണ്, അതായത് ചിപ്കലിയുടെ അഭിപ്രായത്തിൽ, നമ്മുടെ ചിപ്പുവിന്റെ അഭിപ്രായത്തിൽ, പല്ലിയുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ്, തത്തയ്യ ചെന്നായിരുന്നു കടന്നലായിരുന്നു, കടന്നലിന്റെ അഭിപ്രായത്തിൽ നമ്മുടെ ഫർഹാദ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു കൺക്ലൂഷനും കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, സെറ്റായി നമ്മുടെ ഫർഹാദിന്റെ എന്ത് ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ കണ്ടാൽ മക്കൾക്ക് ചിലപ്പോൾ പഠിക്കാൻ തോന്നത്തില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഷേപ്പ് മാറ്റാം, പോയിന്റ് ആയി പഠിക്കാം. അതായത് ഹിന്ദി നിങ്ങൾ പോയിന്റ്സ് ആയിട്ട് പഠിച്ചു തുടങ്ങുക. ഹിന്ദി ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, സ്വന്തമായിട്ട് എഴുതാൻ കഴിവില്ലാത്ത കുറെ മക്കൾ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. ചില മക്കൾക്ക് എന്താണ് പേടിയൊക്കെ ആയിരിക്കും, അയ്യോ എനിക്ക് ലാംഗ്വേജ് ഇല്ലല്ലോ എന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ടാവും. പക്ഷേ മാർക്ക് നേടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലാംഗ്വേജ് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, പഠിച്ചെഴുതുക. ഓക്കെ, പഠിച്ചെഴുതുക, കുറച്ചെങ്കിലും പഠിച്ചെഴുതുക, കുറച്ചെങ്കിലും മാർക്ക് മക്കൾക്ക് കിട്ടും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ എന്തായാലും ഷുവറായിട്ടും വരും തോന്നുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് പഠിച്ചു വെക്കാം. ഓക്കെ, ഫർഹാദിന്റെ ക്യാരക്ടർ സ്കെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 8 പോയിന്റ്സ് ആയിട്ട് പഠിക്കാം. 8 പോയിന്റ്സ് ആയിട്ട്. അപ്പോൾ പോയിന്റ് ആയിട്ട് മക്കൾ എന്ത് ചെയ്യുക, എഴുതി പഠിക്കാൻ വേണ്ടി നോക്കുക. ശ്രദ്ധിച്ചേ, ആദ്യം നമ്മൾ എഴുതുന്നത് എന്താണ്, ഹിന്ദി സാഹിത്യത്തിലെ പ്രമുഖ രചനാക്കാർ പ്രഭാത് നോക്കിയ പ്രമുഖ രചനാകാരനായിട്ടുള്ള, രചനാകാരൻ എന്ന് വെച്ചാൽ എന്താണ്, രചയിതാവ് എന്നുള്ള അർത്ഥമാണ് അല്ലെ, രചനാകാരനായിട്ടുള്ള പ്രഭാതിന്റെ ഗർ നാമക് കഹാനിക്ക്, ഗർ എന്ന് പേരുള്ള കഹാനിയിലെ, സ്റ്റോറിയിലെ, കഥയിലെ മുഖ്യ പാത്ര ഹേ ഫർഹാദ്. മുഖ്യ പാത്ര, എല്ലാവരും തെറ്റിക്കുന്ന ഒരു തെറ്റിക്കലാണ് എന്ത്, കഥാപാത്ര ഹേ എന്ന് എഴുതി വെക്കും. കഥാപാത്ര എന്നുള്ള വാക്ക് നമ്മളെ ഹിന്ദിയിലില്ല, പാത്ര എന്നുള്ള വാക്ക് മക്കൾ ഉപയോഗിച്ച് പഠിക്കുക കേട്ടോ. ക്യാരക്ടറിന് നമ്മൾ പാത്ര എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ് മുഖ്യ പാത്രമാണ് എന്ത് പറയുന്നത്, നമ്മുടെ ഈ ഒരു ഫർഹാദ് എന്ന് പറയുന്നത്. ഒന്നും എഴുതിയില്ലെങ്കിലും ഇത് എഴുതിയാലെങ്കിലും മക്കൾക്ക് കുറച്ചൊരു 1/2 മാർക്കെങ്കിലും ഇട്ട് തരും. കാരണം എന്താ ആരാന്നൊക്കെ അറിയാലോ, ഏത് പാടാന്നൊക്കെ അറിയാലോ. അതുകൊണ്ട് ഇത് എന്തായാലും പഠിച്ചു വെക്കാം. രണ്ടാമത്തെ പോയിന്റ് എന്താ നോക്കിക്കേ, ഇസ് കഹാനി കാ ഏക് മാനവ് പാത്ര ഹേ. അദ്ദേഹം എന്ന് പറയുന്നത്, അയാൾ എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റോറിയിലെ ഏക് മാനവ് പാത്ര ഹേ, ഒരു മാനവ് എന്ന് വെച്ചാൽ മനുഷ്യ കഥാപാത്രമാണ് എന്നുള്ള അർത്ഥമാണ്. അതായത് ഇതിൽ പല്ലി, പാറ്റ ഇവരൊക്കെ കഥയാണല്ലോ, നമ്മുടെ മക്കടീന്റെയും ചിപ്കലിന്റെയും ഒക്കെ ഒരു കഥയെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിലൊരു മാനവ് പാത്രം, മനുഷ്യ കഥാപാത്രം എന്ന് പറയുന്ന ആളാണ് ആര്, ഫർഹാദ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റും ആയിട്ടുണ്ട്, സിമ്പിൾ പോയിന്റ് ആണ്. അടുത്ത പോയിന്റ് നോക്കിക്കേ, ശ്രീമാൻ ഫർഹാദ് ഹർ ജീവ ജന്തുവോ അപ്പനി പരിവാർ മാനത്തെ ഹേ. അതിലും സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയിന്റ്. നമുക്കറിയാം ഫർഹാദ് എന്ന് പറഞ്ഞാല് അയാൾക്ക് ഈ ജീവികൾ എന്ന് വെച്ച ജീവനാണ്. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ എഴുതാണ്, ശ്രീമാൻ ഫർഹാദ് എന്ന് പറയുന്നത് ഹർ ജീവജന്തുവോ, ഹർ എന്ന് വെച്ചാൽ എല്ലാ, മുഴുവൻ എന്നുള്ള അർത്ഥമാണ്. എല്ലാ ജീവജന്തുക്കളെയും അപ്പനി പരിവാർ മാനത്തെ ഹേ, തന്റെ പരിവാർ എന്ന് വെച്ചാൽ എന്താണ്, ഫാമിലി ആയിട്ടാണ് കരുതുന്നത് എന്നുള്ളതാണ് നമ്മുടെ മൂന്നാമത്തെ പോയിന്റ്.
സിമ്പിൾ അല്ലേ? ജീവജന്തുക്കളെ പരിവാറായിട്ട് കാണുന്നു. കണക്ട് ചെയ്ത് പഠിച്ചോളാം. ഇനി അടുത്ത് നോക്കിക്കേ, നയേ ഘർ മേ ആനെ കെ ബാദ് ഭി വഹാം രഹനെ വാലെ ജീവ ജന്തുവും പർ കോയി ഹാനി നഹി കർത്തേ ഹേ. പിന്നെ അയാള് നയേ ഘറിൽ പുതിയ വീട്ടിൽ വരുന്നുണ്ടല്ലേ നമ്മുടെ ഫർഹാദ്, പുതിയ വീട്ടിൽ വന്നിട്ട് കൂടി അവിടെയുള്ള ജീവജാലങ്ങൾക്ക് ഒരു ഹാനിയും ആര് വരുത്തുന്നില്ല? നമ്മുടെ ഫർഹാദ് വരുത്തുന്നില്ല. നയേ ഘർ മേ ആനെ കെ ബാദ് ഭി, വന്നതിന് ശേഷവും, വഹാം രഹനെ വാലെ, അവിടെ താമസിക്കുന്ന, മലയാളത്തിൽ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ എഴുതിയെടുത്തിട്ട് വേണമെങ്കിൽ ഒന്നുകൂടി ക്ലാസ് കണ്ടിട്ട് മലയാളത്തിൽ എഴുതിയെടുത്താൽ ഒന്നുകൂടി എന്ത് ചെയ്യാൻ പറ്റും, സൂപ്പറായിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ അങ്ങനെ നോക്കുക. നോക്കിക്കേ, വഹാം രഹനെ വാലെ, അവിടെ നിൽക്കുന്ന ജീവജന്തുവും, അവിടെ താമസിക്കുന്ന ജീവജന്തുക്കളില് കോയി ഹാനി, ഹാനി എന്ന് വെച്ചെന്താണ്? ഒരു നാശവും, ഹാംഫുൾ ആയിട്ട് ഒരു കാര്യവും ആര് ചെയ്യുന്നില്ല? ഹാനിയൊന്നും ആര് ചെയ്യുന്നില്ല? നമ്മുടെ ഫർഹാദ് ചെയ്യുന്നില്ല. 4ാമത്തെ പോയിന്റും സെറ്റായേ. ഇനി നോക്കിക്കേ, അടുത്തത് നമ്മുടെ ഓരോരുത്തരുടെ അഭിപ്രായത്തിൽ ഫർഹാദ് എങ്ങനെയാന്നുള്ളത് പറയാണ്. ചിപ്കലിയുടെ അഭിപ്രായമാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ചിപ്കലിക്ക് റായുമേ, ചിപ്കലിയുടെ റായ്, റായ് എന്ന് വെച്ചാൽ അഭിപ്രായം എന്നുള്ള അർത്ഥമാണ്. നിങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്ത് പറയും, അഭിപ്രായ്, റായ്, എന്നുള്ള സാധനം വെട്ടിക്കൊടുക്കുക, അഭിപ്രായ്, റായ്, റായ് എന്നാണ് ഹിന്ദിയിൽ അഭിപ്രായത്തിന് പറയുക കേട്ടോ. അപ്പൊ നോക്കിക്കേ, ചിപ്കലിക്ക് റായ് മേ, നമ്മുടെ ചിപ്കലിയുടെ, ചിപ്പുയുടെ അഭിപ്രായത്തിൽ, വേ, അദ്ദേഹം, ചിപ്കലിയോ കെ പീച്ചെ, മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അത്. നോക്കിക്കേ, വേ ചിപ്കലിയോ കെ പീച്ചെ, പല്ലികളുടെ പുറകെ, ഛാഡു ലേക്കർ, ഛാഡു ചെന്നാണ്? ചൂലാണ് അല്ലെ, ചൂലുമായിട്ട്, ജാനേ വാലേ നെയ്യേ, പോകുന്ന ആളല്ല ആരെന്ന് പറയുന്നത്? നമ്മുടെ ഫർഹാദ് എന്ന് പറയുന്നത്. ചിപ്കലീനെ കണ്ട എപ്പോഴും എന്താ ചെയ്യാറ്? ഹമേഷ മുസ്കുരായ, നമ്മൾ പറഞ്ഞതാണല്ലേ, എപ്പോ കണ്ടാലും ചിരിക്കുക മാത്രം ചെയ്യുന്ന ഒരു സാധു മനുഷ്യനാണ് അതല്ലേ. അപ്പൊ ഛാഡു, ചൂലൊന്നും എടുത്ത് പോകുന്ന ടൈപ്പ് ആളല്ല ആര്? നമ്മുടെ ഫർഹാദ് എന്ന് പറയുന്നത്. വേ അച്ഛേ ആദ്മി ഹേ, അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. ഇതാണ് ആരുടെ അഭിപ്രായം? നമ്മുടെ ചിപ്പുവിന്റെ അഭിപ്രായം അല്ലെ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പോയിന്റ് എന്താണ്? ഓർ തത്തയ്യാക്കി റായ്മേ, തത്തയ്യ എന്നാണ് കടന്നലാണ് അല്ലെ. കടന്നലിന് നമ്മൾ പറയുന്ന പേരെന്നു എന്ത്? തത്തയ്യ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കടന്നലിന്റെ അഭിപ്രായത്തിൽ ഫർഹാദ് ബഹുത് തോടി സി ജഗ ലേത്തെ ഹേ ഉസ് മക്കാൻ മേ, നമ്മുടെ ഫർഹാദ് ബഹുത് തോടി സി, വളരെ കുറഞ്ഞ സ്ഥലം മാത്രമാണ്, ജഗ എന്ന് വെച്ചാണ് സ്ഥലം മാത്രമാണ് ആ ഒരു വീട്ടിൽ എടുക്കുന്നത്, ഉസ് മക്കാൻ മേ, കെട്ടിടത്തിൽ എടുക്കുന്നത്. അതായത് തത്തയ്യ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആ മനുഷ്യനോ, ആ മനുഷ്യൻ എന്താണ്? ഈ ഒരു മേൽക്കൂരയും ഈ ചുമരും യാതൊരു ബന്ധവും ഇല്ലാത്തൊരു മനുഷ്യനാണ്. അയാൾ രാത്രി വരും, ഉറങ്ങും, പിന്നെ രാവിലെ എണീറ്റ് പോകും, അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അതായത് ഈ മക്കാനിൽ തന്നെ, കെട്ടിടത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ സ്ഥലം, ഏറ്റവും കുറഞ്ഞ ജഗഹ എടുക്കുന്ന ആൾ ആരാണ്? നമ്മുടെ ഫർഹാദ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ പോയിന്റും മക്കൾ പഠിക്കണം. ഇനി ലാസ്റ്റിലോട്ട് എന്താണ് നമ്മൾ ലാസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു? എന്താണ് അയാൾ എന്താണ് ഉറക്കം എഴുന്നേറ്റ് വരുന്ന സമയത്ത് ചപ്പലിൽ കുറച്ച് മേണ്ടക്കീനെ കണ്ടിട്ടുണ്ടായിരുന്നു. മേണ്ടക്കി എന്ന് വെച്ചാൽ എന്താണ്? കുറച്ച് തവള കുഞ്ഞുങ്ങളെ കാണുകയാണ്. നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? തവള കുഞ്ഞിനെ ഒന്നിലേക്ക് പേടിച്ചോടും, അല്ലെങ്കിൽ എടുത്തിട്ട് പുറത്തേക്ക് ഒറ്റ ഒരു എയർ എറിയും, അല്ലെങ്കിൽ അടിച്ചു കൊല്ലും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും അല്ലെ. ഓക്കെ, അടിച്ചു കൊല്ലത്തൊന്നുമില്ല, എന്ത് ചെയ്യും? അങ്ങനെ എന്തെങ്കിലുമൊക്കെ റിയാക്ഷൻ നമ്മുടെ അടുത്ത് നിന്നുണ്ടാവും. പക്ഷെ നമ്മുടെ ഫർഹാദ് അതല്ലായിരുന്നു ചെയ്തത്. അയാൾ എന്ത് ചെയ്തു? വളരെ അഹിസ്തേസെ, മെല്ലെ എന്ത് ചെയ്തു? നമ്മളെ മേണ്ടക്യൂക്കോ ലേക്കർ പുറത്തേക്ക് എന്ത് ചെയ്തു? അവരെ സുരക്ഷിതമായി എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അല്ലെ. ആ ഒരു ഭാഗം കൂടി നമ്മൾ ഷോർട്ട് ആയിട്ട് എഴുതാൻ നോക്കിക്കേ. ഒരു വഹ അപ്പനെ ചപ്പൽ മേ മേണ്ടക്യൂക്കോ ദേക്കർ, നോക്കിക്കേ, വ അപ്പനെ ചപ്പൽ മേ, തന്റെ ചപ്പലിൽ, തന്റെ എന്തില്, ചെരുപ്പുകളില്, മേണ്ടക്യൂക്കോ ദേക്കർ, മേണ്ടക്യോ എന്ന് വെച്ചാൽ തവള കുഞ്ഞുങ്ങളെ കണ്ടിട്ട് പോലും, ദേക്കർ ബി എന്ന് വെച്ചാൽ കണ്ടിട്ട് പോലും, ഉൻ പർ അവയ്ക്ക് മേല് കുച്ച് ഹാനി നെഹി പഹുഞ്ചാത്തി, ഒരു ഹാനിയും, ഒരു ഹാംഫുൾ ആയിട്ടുള്ള കാര്യം, ഒരു നാശവും എന്ത് ചെയ്യുന്നില്ല. പഹുഞ്ചാത്തി, നെഹി പഹുഞ്ചാത്തി ചെയ്യുന്നില്ല എന്നുള്ള അർത്ഥമാണ് അവിടെ വരുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഫർഹാദിനെ കുറിച്ച് ഒരു കൺക്ലൂഷൻ വേണം, ഒരു സൂപ്പർ കൺക്ലൂഷൻ ഇതാണ്. ഇസസെ സമജ് മേ ആതാ ഹേ കി, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്, ഫർഹാദിന്റെ ക്യാരക്ടറിനെ കുറിച്ച് മക്കൾക്ക് മനസ്സിലാവുന്നത് എന്താണ്? വേ, അദ്ദേഹം ഹർ ജീവജന്തുവോ സെ പ്യാർ കർനെ വാലെ, എല്ലാ ജീവജന്തുക്കളെയും പ്യാർ കർനെ വാലെ, സ്നേഹിക്കുന്ന, ഏക് ശാന്ത സ്വഭാവനായിട്ടുള്ള ഒരു പ്രകൃതി പ്രേമി വ്യക്തി, ഒരു പ്രകൃതി പ്രേമി ആയിട്ടുള്ള വ്യക്തിയാണ്. ഓക്കെ, എന്തൊക്കെ? ജീവജന്തുവിനെ പ്യാർ കർനെ വാലെ, സ്നേഹിക്കുന്ന, ശാന്തശീലനായിട്ടുള്ള, പ്രകൃതി പ്രേമി ആയിട്ടുള്ള ഒരു ആളാണ് ആരെന്ന് പറയുന്നത്? ഫർഹാദ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു. ഓക്കെ, ഇത് പോയിന്റ് ആയിട്ട് മക്കൾ പഠിക്കുക. പക്ഷെ എക്സാമിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? കുറിപ്പായിട്ട് എഴുതണം.
എക്സാമിന് ഇത് ഇങ്ങനെ എഴുതാവൂ. പഠിക്കുമ്പോൾ പോയിന്റ് ആയിട്ട് പഠിക്കുക. എഴുതുന്ന സമയത്ത് എക്സാം ഷീറ്റിൽ എഴുതുന്ന സമയത്ത് ഹെഡിങ് ഫർഹാദ് എന്ന് ഇടണം, എന്നിട്ട് കുറിപ്പ് പോലെ എഴുതണം. ഓക്കെ, ഇത് എന്തായാലും എൻ്റെ മക്കൾ പഠിച്ചു വെച്ചോളാം. എന്തായാലും നമ്മുടെ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഇത് പഠിക്കാതെ ആരും പോകാൻ പാടില്ല. വളരെ സിമ്പിൾ ആയിട്ട് എഴുതിയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. അപ്പൊ മക്കള് ഓണം എക്സാമിന് നന്നായിട്ട് പഠിച്ചോളാം. ഓൾ ദി ബെസ്റ്റ്. ടാറ്റാ ബൈ ബൈ.